ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗാളികൾ ആരാണ്, ബംഗ്ലാദേശികൾ ആരാണ് എന്ന രൂപത്തിൽ ഇന്ന് ഏതാണ്ട് എല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ബംഗ്ലാദേശികള്, എവിടെയാണ് ബംഗാളികള്? എന്തുകൊണ്ടാണ് ഇവരെ പെട്ടെന്നൊരു ദിവസം കാണാതായി പോകുന്നത്? ഇവരെങ്ങോട്ട് പോയി? മുമ്പ് പെരുമ്പാവൂര്, ആലുവ, എറണാകുളം ഏതാണ്ട് മുഴുവനും ബംഗാളികളെ കൊണ്ട് ജനനിബിഡമായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ ഈ കേരളത്തിന്റെ എല്ലാ ജില്ലകളും ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികൾ ഹൈജാക്ക് ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇവരെ കണ്ടുപിടിക്കാൻ മറ്റെല്ലാ സംസ്ഥാനവും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നിട്ടും കേരളത്തിന് അവരെ എന്തോ അതിഥി തൊഴിലാളികളാണ്. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം നമ്മുടെ കേരള സർക്കാർ ഏറ്റെടുത്തതുകൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ നടപ്പില്ല. ഡൽഹിയിൽ നിന്നും ബംഗ്ലാദേശികളെ തൂത്തുവാരി എടുത്ത് ഒരിടത്തിരുത്തി. അടുത്ത ദിവസം വേറെ ഓരോരോ പ്രദേശങ്ങളിൽ നിന്നും വീതം വല വിരിക്കാൻ പോയപ്പോൾ ഓരോരോ പ്രദേശങ്ങൾ വീതം ശൂന്യമായി കൊണ്ടേയിരുന്നു. ഇവരെങ്ങോട്ടാണ് പോയത്? കാരണം എന്തായിരുന്നാലും അവര് ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇവിടേക്ക് കുടിയേറിയവരാണ്. അപ്പൊ ഇവരുടെ കയ്യിലുള്ളതൊക്കെ ഇന്ത്യക്ക് വേണ്ടുന്ന രേഖകളാണ്. അവർക്കിനി ബംഗ്ലാദേശിലേക്ക് കയറി പോകാൻ പറ്റുമോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യം. കാരണം ഇവരുടെ ഒറിജിനൽ ബംഗ്ലാദേശി ID ഇവർ നശിപ്പിച്ചിട്ടാണ് വ്യാജ ഇന്ത്യൻ IDകളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെ വരുമ്പോ ഇവർ എങ്ങോട്ടാണ് പോയത്? UP-യിൽ പറ്റില്ല, ആസാമിൽ പറ്റില്ല, ഡൽഹിയിൽ പറ്റില്ല, ജാർഖണ്ഡിൽ പറ്റില്ല. അവിടെയൊക്കെ ഏതാണ്ട് ഇവർക്ക് വേണ്ടി ശക്തമായ രൂപത്തിൽ വല വിരിച്ചിട്ടാണ് അവിടെയുള്ള സംസ്ഥാന സർക്കാരും പോലീസും ഒക്കെ കൂടി ചേർന്നിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഒരു മാർഗം? ഇവരെവിടെയാണ് പോയത്? ഇവർക്ക് സേഫ് സ്പേസ് എവിടെയാണ്? കേരളമാണ്. പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. ശ്രീമതി നുസ്രത്ത് ജഹാൻ മേഡം ഇരിക്കുന്ന ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിരുന്നു അല്ലെ? ഒരുപാട് നുഴഞ്ഞു കയറ്റക്കാരെ ഡൽഹി പോലീസ് കണ്ടെത്തി അവരെ ഒഴിപ്പിക്കാനും അതുപോലെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഒക്കെ ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലും പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്താൻ കാരണം. ഒരു യുവതിയെ പിടികൂടുന്നു. ആ യുവതിയിൽ നിന്ന് കിട്ടിയ വളരെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായ രൂപത്തിലുള്ള ചെക്കിങ് നടന്നിട്ടും കേരളം എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന ചോദ്യമായിരുന്നു നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത്. ഒടുവിൽ കേരളവും ബംഗ്ലാദേശികൾക്ക് വേണ്ടി വല വിരിച്ചു എന്നത് സന്തോഷകരമായ വാർത്തയാണ്. വിവരങ്ങൾ, ഇൻഫർമേഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കടന്നുകയറ്റം അത് നമ്മുടെ നാടിന് വലിയ ഭീഷണിയാണ്. പക്ഷെ ആ ഒരു അപകടകരമായ ഈ സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്യും എന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിനെ എങ്ങനെയാണ് ഡൽഹി കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് UP കൈകാര്യം ചെയ്തത് ഒക്കെ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയുമാണ്. പക്ഷേ കേരളം ഇതിനെ ഏത് സമീപനത്തിലാണ് സ്വീകരിക്കുന്നത് എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നത്. കാരണം ബംഗ്ലാദേശികൾ മാത്രമല്ല, പാകിസ്ഥാനികളും അഫ്ഗാനികളും കേരളം മൂട്ടിച്ചു കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. അപ്പൊ കേരളമാണ് ഇവർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് ഇവര് കണ്ടുപിടിച്ചു. തന്നെയുമല്ല, എല്ലാ രൂപത്തിലുള്ള വ്യാജ വ്യക്തിഗത രേഖകൾ ഉണ്ടാക്കി കൊടുക്കാനും ഇവരെ എവിടെയൊക്കെയാണ് ചെക്കിംഗ് ഇല്ലാതെ ഇവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ സാധിക്കുന്നത് എന്ന് ഇവർക്ക് ട്യൂഷൻ കൊടുക്കാനും ഇവർക്ക് വീട് റെഡിയാക്കി കൊടുക്കാനും പണി റെഡിയാക്കി കൊടുക്കാനും വേണ്ടി വന്നാൽ വിവാഹം പോലും കഴിപ്പിച്ചു കൊടുക്കാനും ഈ കേരളത്തിൽ ആൾക്കാരുണ്ട്. ഈ കൊച്ചു കേരളത്തിലെ പോലീസ് തിരിച്ചറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഭരണകൂടം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. അതെ, ഡൽഹിയെ സംബന്ധിച്ചിട്ട് ഡൽഹിയിൽ 1600 പേരെയാണ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ആൾക്കാരെ പിടിച്ച് നാട്ടിലായിട്ട്. അതിപ്പോ ഡൽഹി പോലീസിൽ അത് ചെയ്ത് കാരണം സെൻട്രലല്ലേ ഇവിടെ നോക്കുന്നത്. ഹോം മിനിസ്ട്രീന്റെ അണ്ടറിലുള്ളത് കൊണ്ടാണ് എത്ര ഭംഗിയായി തെരച്ചിൽ നടക്കുന്നതും. പിന്നെ ഇലക്ഷനും ഇല്ല, ഇലക്ഷന്റെ ആ സമയത്താണ് ഇവർക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പൊ പക്ഷെ എന്നാലും
അതിനേക്കാളും ഇരട്ടി ആൾക്കാർ ഉണ്ട് ഡൽഹിന്റെ ഭാഗങ്ങളിൽ നിന്നാണ്. ജഹാംഗീർ പറഞ്ഞ സ്ഥലം, പിന്നെ വേറെ ഒരു സ്ഥലം കൂടെ പറയുന്നുണ്ട്, ചാന്ദിനി ചൗക്കിന്റെ ഒരു ഭാഗത്ത്. ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ഇതുപോലെയുള്ളവരുണ്ട്. രേഖകളൊന്നുമില്ല. പക്ഷെ ഇവർക്കൊക്കെ രേഖകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് വോട്ടേഴ്സ് ഐ ഡി ഇല്ല, ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് ഇവര് പൈസ കൊടുത്തിട്ട് ഇവരൊരു ടീമായിട്ട് കൊണ്ടുവന്നാണ്. ഇന്നിപ്പോ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ ഇവരെന്ന് പറഞ്ഞാല് ഈ പാട്ട വെക്കുന്ന ആൾക്കാര്, പിന്നെ അങ്ങനത്തെ കുറെ പണികൾ അവർക്ക്, കാരണം എവിടെയും ജോലി കിട്ടൂലല്ലോ ഐ ഡി ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനത്തെ ഒരു മെയിൻ സ്ഥലങ്ങളിലൊന്നും ഇല്ല. അത്രയും ഇതായിട്ടുള്ള താഴെക്കടയിലെ ജോലിയാണ്. പക്ഷെ ഇവരെ കൊണ്ടുവന്ന ഒരാൾ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരാൾക്ക് താമസം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ആധാർ കാർഡും പിന്നെ വോട്ടേഴ്സ് ഐ ഡിയും വേണം. അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും, അവരുടെ കൈകളിൽ എത്തിക്കും. 10,000 രൂപയല്ല, ഒരു പെർ ഹെഡ് 15,000 മുതൽ 25,000 രൂപ വരെ കൊടുത്താൽ ഇവർക്ക് പാസ്പോർട്ട്, റേഷൻ കാർഡ്, വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് NIA പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 10,000 തൊട്ട് 20,000 രൂപ വരെ നൽകിയാലും പാസ്പോർട്ട് കിട്ടും, ആധാർ കിട്ടും, പാൻ കാർഡ് കിട്ടും, വോട്ടർ ഐ ഡി അത് നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ തന്നെ ഈ തലത്തിലൊരു അന്വേഷണം നടത്തിയതാണ്. അതായത് ഈ നമ്മുടെ തിരുപ്പൂരിൽ ഞങ്ങളുടെ വാർത്താ സംഘം തന്നെ കൃത്യമായി ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന, ആധാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഘത്തെ നമ്മൾ കണ്ടെത്തുകയും പിന്നീട് പോലീസ് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ സംഘം അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പൊ അത് നടക്കുന്നുണ്ട്, അത് നിർബാധം നടക്കുന്നുണ്ട്. അപ്പൊ എളുപ്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവര് ഡയറക്റ്റ് അല്ലാന്നാ പറയുന്നത്. കാരണം ഇവര് ഡയറക്റ്റ് ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ, ശരിയാക്കാൻ ചെല്ലുമ്പോൾ ഇവർ ഐഡന്റിഫൈ ചെയ്യും. കാരണം ഇവർക്ക് അങ്ങനെ വലിയ പിന്നെ ഇതൊന്നുമില്ലല്ലോ, പ്രൊഫൈലൊന്നും കാണുമ്പോൾ ഇല്ല. ഇവർക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ ഇവർക്ക് ഭാഷയിലൊക്കെ വ്യത്യാസം വരും. ഒരാൾ ചെയ്ത് കൊടുക്കേണ്ട അവിടെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. പിന്നെ ഷെയ്ൻ ബാഗ് നിറയെ എങ്ങനെ റോഹിംഗ്യൻ ആ ഭാഗത്തുള്ള ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു കാർഡില്ല. അപ്പൊ ഈ 15 ഇയേഴ്സ് വരെയുള്ള അവർക്ക് ചോദിച്ചാൽ 15 കൊല്ലം മുമ്പ് നമ്മുടെ കുടുംബത്തിന്റെ വലിയപ്പന്മാർ ആരാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് ആൻസർ ഇല്ല. അങ്ങനെയാണ് ഇവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി. കാരണം ഇവർ ഇവിടെ ഉള്ളതാണ് പറയുമ്പോൾ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നാണ് പറയുമ്പോൾ, ആര് എവിടെ അഡ്രസ് ചോദിക്കുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ആൻസർ. അപ്പൊ ഈ വിധത്തിൽ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നല്ല ഇങ്ങോട്ട് കടത്തി വിടുന്നത്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും BJP തമ്മിലുള്ള ഇഷ്യൂ തന്നെ അതാണ്, അവരെ കടത്തി വിടുന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വരുമ്പോ ഇപ്പൊ ഈ ഷെയ്ൻ ബാഗ് നമ്മൾ കണ്ടില്ലേ, നമ്മളെ കോഴിക്കോടില് പിന്നെ ട്രെയിൻ കത്തിച്ച പയ്യൻ അല്ലെ, ഷെയ്ൻ ബാഗ് ഇത് ഷെയ്ൻ ബാഗ് എന്ന് പറഞ്ഞാണ് ഇവർക്ക് ക്യാമ്പുകൾ ഉണ്ടായി, ഓർക്കുന്നുണ്ടോ? ഓസ്ട്രേലിയയിൽ ആ പേരാട്ടെ. എന്തുകൊണ്ട് ആ പേരിട്ട് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അന്നേ ആലോചിച്ച് അങ്ങനെ കണ്ടെത്തിയ ശരിക്കും ഞാൻ ആ ഒരു ഒബ്സർവേഷന്റെ പലരിടത്തും ചോദിച്ചു. അപ്പൊ ഈ ഷെയ്ൻ ബാഗിലാണ് ഏറ്റവും അധികം ഇങ്ങനത്തെ ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഇവിടെ കുറെ സംഗതികൾ അവർ ചെയ്യുന്നുണ്ട്, അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വല്ല മാഫിയ സംഘങ്ങൾ കൊണ്ടുവന്ന് പല പൊളിറ്റിക്കൽ പാർട്ടിന്റെ ആൾക്കാരുടെയും ബാക്കിലായിട്ട് ഇതുപോലെ ഉണ്ട്. പക്ഷെ അമിത്ഷാന്റെ പോലീസ് ആയതുകൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ കേജ്രിവാളിനെ ഒന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ആൾക്കാരാണ് ഡ്രഗ്സ്, പിന്നെ ഡ്രഗ്സിന്റെ കച്ചവടം, കള്ളന്മാരായിട്ട് കട്ടുകൊണ്ടാണ് ഒരു മാർക്കറ്റിനുണ്ടല്ലോ നമുക്ക് ഡൽഹിയിൽ ഇവിടെ ചോർമാർട്ട്, അവിടെ എല്ലാം ഇങ്ങനത്തെ ആൾക്കാർ ആർക്കും ഒരു പേപ്പേഴ്സും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അരിച്ചു പെറുക്കി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ബാക്കി പത്രങ്ങളിൽ ഇവരെ ഇപ്പൊ കേരളത്തിലേക്ക് കടത്താൻ ഇവർക്ക് സ്വന്തം പോയി കേരളത്തിലൊന്നും എത്തൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ ഇത്രയും ഒരു ഭാഷ അറിയാത്ത വേറെ ദോഷത്തെന്ന് പറഞ്ഞ് എല്ലാരും ഇങ്ങോട്ട് കയറ്റണം. NRC CA പാടില്ല പറഞ്ഞ അമിത്ഷാനെയും മോദിനെയും തെറി വിളിച്ച ആൾക്കാർ അവർക്ക് ഇപ്പൊ ഇന്നലെ ഈ പോസ്റ്റർ നമ്മൾ ഇട്ടപ്പോ ഈ ചർച്ചനെ പറ്റി പറഞ്ഞപ്പോ അന്യ നാട്ടിൽ ചെന്നാൽ, കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഒന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവരെ നമ്മളെ പിന്നെ പാകിസ്ഥാനിലേക്ക് വിടാനാണ് മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞു പഠിപ്പിച്ചാണല്ലോ ഇവരെ പെണ്ണുങ്ങളെല്ലാം വീട്ടിലിറങ്ങി അമിത്ഷാനെയും മോദിനെയും തെറി വിളിച്ചത്, ഓർക്കുന്നില്ലേ? അപ്പൊ ആ സമ്മതി പറയുമ്പോ ഇവരെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ഇതുപോലുള്ള ആൾക്കാർ കയറാൻ വരുമ്പോഴാണെന്നുള്ളത് നമ്മൾ കേരള ജനതയോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ വന്ന് പണിക്ക് വരുന്നത് ഇങ്ങനത്താണ്, നിങ്ങളെ കോൺക്രീറ്റ് പണിക്ക് വിളിക്കുന്നത് ബംഗാളി. അപ്പൊ ഈ ബംഗാളി ബംഗ്ലാദേശ് ഇതിന്റെ ഒരു ഡിഫറൻസ് നമ്മളെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. ഇതും ഇങ്ങനത്തെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യണവർക്ക് മാത്രമേ ഉള്ളൂ. അതിൽ മിക്സപ്പ് ആവാം. ബംഗാളി പറയുമ്പോ ഇന്ത്യക്കാരനല്ലേ, അപ്പൊ അവിടെ ബംഗ്ലാദേശ് ഇല്ല. അപ്പൊ രണ്ടും കൂടി മിക്സ് ആവും. പിന്നെ ഭാഷയെന്നൊക്കെയാണ് കുറച്ച് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത്, അതായത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഐഡന്റിഫൈ എ ബംഗ്ലാദേശി ബിക്കോസ് ദേ സ്പീക്ക് സിലാത്തി ബംഗ്ല ആൻഡ് വെസ്റ്റ് ബംഗാളീസ് അവരുപയോഗിക്കുന്നത് ബിലാത്തി, അതായത് ലിറ്ററൽ ബംഗ്ല. അപ്പൊ ഇവരുടെ സംസാരത്തിൽ തന്നെ ഇവരെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിലുള്ള അറിയാത്ത ആൾക്കാർ, കേരളത്തിലുള്ളവർക്കെന്നല്ല ആർക്കായിരുന്നാലും ശരി, ഇവര് സംസാരിക്കുന്നത് ഹിന്ദിയാണ് എന്ന് മാത്രമല്ലേ തിരിയൂ. അതല്ലാതെ ഇവര് സംസാരിക്കുന്നത് മിക്സ് ആണോ, ഇവര് ബംഗ്ലാദേശിലെ ഭാഷയാണോ, അത് ബംഗ്ലയും ഹിന്ദിയും തമ്മിൽ മിക്സ് ആണോ എന്നൊക്കെ
ആർക്ക് തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ടാണല്ലോ ഇവര് 40 വർഷമൊക്കെയാണ് വസ്ത്രവ്യാപാര രംഗത്ത് നൈപുണ്യം നേടിയ ഒരു വ്യക്തി ഈ കേരളത്തിൽ വന്നിട്ട് വ്യാജ ആധാർ കാർഡില് വ്യാജ രേഖകളിൽ ജീവിച്ചു പോയത്. അയാളെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പൊക്കിയത്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നും പൊക്കിയെടുത്തു. ഇവര് ഈ നാട്ടിൽ യഥേഷ്ടം വിഹരിക്കുവാണ്, സ്വൈരവിഹാരം. ഇതിനൊക്കെ ഒരു വിരാമം കുറിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് വല്ലാതെ കുട്ടിച്ചോറായി പോകും. 1. 2, ഡൽഹി പോലീസ് വല വിരിച്ചതോടെ അമിത്ഷാന്റെ പോലീസ് ഒന്ന് ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഡൽഹിയിലെ ഏതാണ്ട് നല്ലൊരു ഭാഗം ആളുകൾ ശൂന്യമായി. ഇനി അടുത്ത ശുദ്ധികലശത്തിന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇതുപോലെ കേരളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോ ബംഗാളികൾ എന്ന വ്യാജേന ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. അവിടമൊക്കെ ഇപ്പോൾ ശൂന്യമായി കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നന്ദി.